ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പം നമ്മുടെ ശ്രീജുൻ ഫാൻസിന് നിരാശയായിരുന്നു ഇന്നലത്തെ ഒരു എപ്പിസോഡ്. കാരണം ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ ശ്രീജുൻ, അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരും. അപ്പം അവർ വന്നു കഴിഞ്ഞാൽ കല്യാണാലോചനകൾ നടക്കും, അതുപോലെ തന്നെ പെണ്ണ് കാണൽ ചടങ്ങ് എന്നിങ്ങനെയുള്ള പല തമ്പനയിലും പല വീഡിയോസും കാര്യങ്ങളും ശ്രീജുൻ ഫാൻസ് സോഷ്യൽ മീഡിയകളിൽ ഇറക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇന്നലെ അവർ വളരെ ആഘോഷകരമാക്കാനാണ് ഇരുന്നത്. സോഷ്യൽ മീഡിയ കത്തിക്കുമെന്നൊക്കെ ആയിരുന്നു കേട്ടിരുന്നത്. എന്നാൽ ആ ഒരു കത്തിക്കലിനെ കുറച്ച് വെള്ളം കോരി ഒഴിച്ച് ശ്രീധുവിൻ്റെ അമ്മ അങ്ങോട്ട് മൊത്തത്തിൽ ആറി കെടുത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, എല്ലാവരും പ്രതീക്ഷിച്ച് നല്ലൊരു മികച്ച ഒരു സംഭവമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, കുറച്ച് കണ്ടന്റുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഒന്നും തന്നെ നടന്നില്ല. നമ്മുടെ അർജുൻ്റെ ഫാമിലി ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം വളരെ ഫ്രണ്ട്ലി മാനറിലൊക്കെ എടുത്തിരുന്നു. എന്നാൽ നമ്മുടെ ശ്രീധുവിൻ്റെ ഫാമിലി വന്ന് അർജുനെ അങ്ങോട്ട് ഒഴിവാക്കി വിടുന്ന ഒരു സംഭവമാണ് എല്ലാവരും കണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീധുവിനോടാണെന്നുണ്ടെങ്കിലും ആ ഒരു എന്താ പറയുന്നത്, രാത്രി ആ ഒരു സമയത്തിരുന്നുള്ള സംസാരമാണെന്നുണ്ടെങ്കിലും അർജുനോട് മാത്രമുള്ള സംസാരവും എല്ലാം ഒഴിവാക്കണമെന്ന രീതിയിലാണ് ശ്രീധുവിൻ്റെ അമ്മയും എന്ന് പറഞ്ഞത്. മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കൂട്ടുക, അവരോട് കൂടെ മിങ്കിൾ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയുടെയൊക്കെ ഗെയിം കണ്ട് പഠിക്കുക, നിൻ്റെ അഭിപ്രായങ്ങൾ പറയുക, ഈ രാത്രി ലൈറ്റ് അണച്ചതിന് ശേഷമുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുക, ഒരാളോടൊപ്പം മാത്രമുള്ള സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിയേക്കുക. ഇൻഡയറക്റ്റായിട്ട് തന്നെ അല്ലെങ്കിൽ ഏകദേശം ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ അർജുനുമായിട്ടുള്ള ആ ഒരു കോംബോ അങ്ങോട്ട് ഒഴിവാക്കാൻ തന്നെയാണ് ശ്രീധുവിൻ്റെ അമ്മ വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു ആരാധകർക്ക് അല്ലെന്നുണ്ടെങ്കിൽ അധികം ആരാധകരൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ കത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് ശ്രീജുൻ ഫാൻസ് നോക്കിയിരിക്കുകയായിരുന്നു പറയുമ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ച് വിരലിലെണ്ണാവുന്ന കുറച്ച് ഫാൻസൊക്കെ ഉണ്ട്. അതല്ലാതെ മലയാളി പ്രേക്ഷകരൊന്നും എനിക്ക് തോന്നുന്നില്ല വിവരമുള്ളവരാരും ഇതും പൊക്കി പിടിച്ചുകൊണ്ടൊന്നും ഈ ഒരു 6ാമത്തെ സീസണിൽ നോക്കിയിരിക്കുന്നുണ്ടെന്ന്. കുറച്ച് പേരൊക്കെ ഉണ്ട്, അതൊക്കെ അവരുടെ വഴി അവർ നടത്തിക്കൊണ്ടുള്ള എല്ലാ ഒരു സീസണിലും കാണുമല്ലോ ഇതുപോലെയുള്ള കുറച്ച് ഫാൻ ബേസും കാര്യങ്ങളും ഒക്കെ. അപ്പം ഇവർ ഈ ഒരു കോംബോ പിടിച്ച് ഒലിപ്പീരുമായിട്ട് നടക്കുന്നതൊക്കെ പൊക്കി പിടിച്ച് നടക്കാൻ ആരാണ് ഈ ഒരു സമയത്ത് നോക്കിയിരിക്കുന്നതൊക്കെ. എന്താണേലും അങ്ങനെ ഇരുന്ന കുറച്ച് പേർക്ക് വൻ അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ കുറച്ച് ഉദ്ദേശങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ക്രിയേഷൻസോ ഒന്നും നടത്താൻ സാധിച്ചില്ല. വൻ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, ഒന്നും തന്നെ നടന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുവിനോട് പറഞ്ഞതുപോലെ ജിൻഡോയുടെ ഗെയിമൊക്കെ കണ്ടു പഠിക്കണമെന്ന് പറഞ്ഞതുപോലെ വൈകുന്നേരം ഇവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ശ്രീധു ജിൻഡോയുമായിട്ട് കമ്പനി അടിക്കുന്ന ഒരു സംഭവമാണ് കണ്ടത്. ഇത്രയും ദിവസമില്ലാത്ത ഒരു കമ്പനിയൊക്കെയാണ് ശ്രീധു ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. കാരണം ശ്രീധുവിന് തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആണ്, എങ്ങനെ നിൽക്കണം, ഏത് രീതിയിൽ പോകണം, പലരുടെ അഭിപ്രായങ്ങൾ എടുക്കണം, എല്ലാത്തിനും ഏതിനോടും ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്. അപ്പം ഏത് വള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിലും ചവിട്ടാൻ പറ്റുന്ന രീതിയിലാണ് ശ്രീധു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം അവിടെ നിന്നത് തന്നെ ഈ ഒരു കോംബോ ഉള്ളത് കൊണ്ടും ആ ഒരു കോംബോ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്കിടയിൽ അവിടെ നിന്ന് പോയതാണ്. ബിഗ് ബോസിന് പോലും ഈ ഒരു ഒലിപ്പീർ കോംബോ വളരെ താല്പര്യമുണ്ടല്ലോ, അതുകൊണ്ടും ആ ഒരു സപ്പോർട്ട് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ട്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എപ്പം വേണമെന്നുണ്ടെങ്കിലും ഇത് പൊട്ടാമല്ലോ, അത് ഏത് രീതിയിലുള്ള കോംബോ ആണെന്നൊന്നും ആർക്കും ഒരു വ്യക്തതയൊന്നുമില്ല. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു കോംബോയ്ക്ക് ചെറിയൊരു വിള്ളൽ വീണിരിക്കുകയാണ്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഇവർ ഏത് രീതിയിൽ എടുക്കും, ശ്രീധു ഇപ്പോൾ ഏത് വള്ളത്തിൽ എങ്ങനെ പോകും, ചവിട്ടി മുന്നോട്ടും നീങ്ങും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരെയും പ്രേക്ഷകർ പിടിച്ചു നിർത്തുമോ എന്ന് നമുക്കറിയേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.